തലൈവർ രജനീകാന്ത് മുത്തുവേൽ പാണ്ഡ്യനായി തിയേറ്ററുകൾ ഇളക്കി മറിച്ച സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമാണ് ജയിലർ. ഓഗസ്റ്റ് 10 റിലീസ് ചെയ്ത ചിത്രം സമാനതകളില്ലാത്ത കളക്ഷൻ റെക്കോർഡുകൾ നേടിയാണ് മുന്നേറിയത്. ജയിലറിന്റെ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ചിത്രം ഇതിനോടകം 525 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ലാഭവിഹിതത്തിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. 100 കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി അപ്പോളോ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ പ്രതാപ് റെഡ്ഡിക്ക് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറിയിരിക്കുകയാണ് സൺ പിക്ചേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാവേരി കലാനിധി. ഇതിലൂടെ പാവപ്പെട്ട 100 കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഓഗസ്റ്റ് 10 റിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം മുതൽ തന്നെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങി ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ 75 കോടി രൂപ നേടിയ ചിത്രം ആദ്യ ആഴ്ചയിൽ 375 കോടി രൂപയാണ് നേടിയിരുന്നത്. തമിഴ്നാട്, കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പല റെക്കോർഡുകളും ജയിലർ മറികടന്നിട്ടുമുണ്ട്. മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് ചിത്രത്തിൽ അവതരിപ്പിച്ചത്. മാത്യു എന്ന കാമിയോ റോളിൽ മോഹൻലാലും നരസിംഹ എന്ന കഥാപാത്രമായി ശിവരാജകുമാറും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ചെറുതാണെങ്കിലും വലിയ ഓളമാണ് തിയേറ്ററുകളിൽ ഇരുവർക്കും ലഭിച്ചിരുന്നത്. വിനായകനായിരുന്നു വർമ്മൻ എന്ന പ്രതിനായക വേഷത്തിൽ ചിത്രത്തിലെത്തിയത്. സമീപകാലത്ത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച വില്ലനായിരുന്നു വർമ്മൻ എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. നെൽസൺ ദിലീപ് കുമാറാണ് ജയിലർ സംവിധാനം ചെയ്തത്. ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം പ്രതിഫലത്തിന് പുറമെ രജനീകാന്തിനും സംവിധായകൻ നെൽസണും സംഗീത സംവിധായകൻ അനിരുദ്ധിനും BMW കാറും ചെക്കും ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് കൈമാറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും വാർത്തകളിൽ ഇടം നേടിക്കൊണ്ട് പാവപ്പെട്ട 100 കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പണം അണിയറ പ്രവർത്തകർ കൈമാറിയിരിക്കുന്നത്.